നമസ്കാരം. ഭീകരപ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം നൽകുന്നത് തടയാനുള്ള രാജ്യാന്തര സംഘടനയായ FTFന്റെ ഗ്രേ പട്ടികയിൽ പാകിസ്ഥാൻ കുരുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായിട്ടുണ്ട്. FTF നൽകിയ 27 നിർദ്ദേശങ്ങൾ പാലിച്ച് അത് പരിഹരിച്ചില്ല എങ്കിൽ രാജ്യം കരിമ്പട്ടികയിലേക്ക് പോവുകയും ചെയ്യും. ഈ ഗ്രേ പട്ടികയിൽ തന്നെ തുടരുകയാണെങ്കിൽ ലോക ബാങ്ക്, IMF, അതിനോടൊപ്പം ADB തുടങ്ങിയ സാമ്പത്തിക ഏജൻസികളിൽ നിന്നും ഫണ്ടുകൾ ലഭ്യമാകാൻ പാകിസ്ഥാൻ കുറച്ചധികം പ്രയാസപ്പെടേണ്ടി വരും. 39 അംഗങ്ങളുള്ള സംഘടനയിലെ 12 പേരുടെ വോട്ടുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ പാകിസ്ഥാന് ഈ ഗ്രേ പട്ടികയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഗ്രേ കാറ്റഗറിയിൽ നിന്നും വൈറ്റ് പട്ടികയിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. 2018 പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പാക് അധീന കശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന ചില പ്രക്ഷോഭങ്ങൾക്ക് ഈ ഗ്രേ ലിസ്റ്റുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം നമുക്കറിയാം, അവശ്യ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും വില കുത്തനെ ഉയർന്നതിനെ തുടർന്നാണ് POKയിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയത്. വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. സഹായ വാഗ്ദാനവുമായി പാക് ഭരണകൂടം രംഗത്തെത്തി എങ്കിൽ പോലും ഇത് ആത്മാർത്ഥമായ ഒരു ഇടപെടലല്ല എന്ന് കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ചില നീക്കങ്ങൾ മാത്രമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും അവർ അർദ്ധ സൈനിക വിഭാഗമായ റേഞ്ചേഴ്സിനെ ആ മേഖലയിൽ വിന്യസിക്കില്ലായിരുന്നു. ഈ റേഞ്ചേഴ്സിന്റെ വെടിയേറ്റുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 3 പേർ കൊല്ലപ്പെട്ടത്. വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. ഒരു വശത്ത് റേഞ്ചേഴ്സിനെ വിന്യസിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. എന്നാൽ മറുവശത്ത് തങ്ങൾ ഈ പറഞ്ഞ ഡിമാൻഡുകളെല്ലാം, പ്രക്ഷോഭക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നുവെന്നും കൂടുതൽ ധനസഹായം അവിടേക്ക് എത്തിക്കുന്നുവെന്നും പറയുന്നു. അങ്ങനെ 2 രീതിയിലാണ് പാകിസ്ഥാൻ ഇതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പുറമെ ഈ പ്രക്ഷോഭത്തെ തണുപ്പിക്കാൻ വേണ്ടി അവർ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നതായി നടിക്കുന്നുണ്ട് എങ്കിൽ പോലും മറുവശത്ത് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമുണ്ട്. കാരണം മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിലടക്കം മികച്ച പോയിന്റുകൾ നേടിയെങ്കിൽ മാത്രമേ ഈ ഗ്രേ പട്ടികയിൽ നിന്നും പാകിസ്ഥാന് കരകയറാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ POKയിലും പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് പുലർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.